ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു. എന്നോടങ്ങ് പറഞ്ഞാലും താങ്കളുടെ അഭിപ്രായത്തിൽ കൃഷ്ണൻ എങ്ങനെയാവും ഈ യുദ്ധത്തിന്റെ വിജയപരാജയങ്ങൾ നിർണയിക്കുക? സഞ്ജയൻ പറഞ്ഞു. കൃഷ്ണനെ പറ്റി എവിടെ നിന്നും പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല രാജൻ. സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ആഗ്രഹിക്കുന്ന തരത്തിൽ ജന്മമെടുത്തവനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്തിന് തകർക്കുവാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല ഈ പ്രപഞ്ചത്തിൽ. അദ്ദേഹം പുരുഷോത്തമനാണ്. അദ്ദേഹം സകലത്തിൻ്റെയും അധിപതിയാണ്. എല്ലാം അദ്ദേഹത്തിന്റെ മായയാണ്. എല്ലാം അദ്ദേഹത്തിന്റെ ലീല തന്നെ. കാലചക്രത്തെ തിരിക്കുന്നതും അദ്ദേഹം തന്നെ. കാലത്തിനതീതനും അദ്ദേഹം തന്നെ. വെറുമൊരു ചിന്തയിലൂടെ പോലും പ്രപഞ്ചത്തെ ഭസ്മമാക്കുവാൻ പോന്നവനാണ് കേശവൻ. എവിടെ ധർമ്മമുണ്ടോ അദ്ദേഹം ആ പക്ഷത്തായി കാണപ്പെടും. അദ്ദേഹത്തിന് തുടക്കവുമില്ല, ഒടുക്കവുമില്ല, ജനനവുമില്ല, മരണവുമില്ല. അദ്ദേഹം സർവവ്യാപിയും പരമാത്മാവുമാണ്. സമയത്തെ നിയന്ത്രിക്കുന്ന ശ്രീഹരി തന്നെയാണ് കൃഷ്ണനായി ഭൂമിയിൽ നടക്കുന്നതും പാണ്ഡവ കൗരവ യുദ്ധം ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നതും. അദ്ദേഹം എവിടെയുണ്ടോ വിജയം അവിടെ തന്നെയാവും രാജൻ. ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറഞ്ഞു. സഞ്ജയ, കൃഷ്ണനെ പറ്റി കൂടുതൽ പറഞ്ഞു തന്നാലും. സഞ്ജയൻ പറഞ്ഞു. കൃഷ്ണൻ, അദ്ദേഹം അനന്തമാണ്. സകല ദേവന്മാരും ജന്മമെടുത്തത് കേശവനിൽ നിന്നുമാണ്. മധു എന്ന അസുരനെ നിഗ്രഹിച്ചതിനാൽ അദ്ദേഹം മധുസൂദനൻ എന്നറിയപ്പെടുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായതിനാൽ, ആത്മബോധം ഉള്ളവനായതിനാൽ അദ്ദേഹത്തെ ഋഷികേശൻ എന്ന് വിളിക്കുന്നു. താമര ഇതാൽ പോലെ മനോഹരമായ കണ്ണുകൾ ഉള്ളതിനാൽ അവൻ പുണ്ടരീകാക്ഷൻ എന്ന് അറിയപ്പെടുന്നു. ജനത്തിന് ഐശ്വര്യവും സമ്പത്തും സംരക്ഷണവും പ്രദാനം ചെയ്യുന്നതിനാൽ അവൻ ജനാർദ്ദനനാകുന്നു. കേശി എന്ന അസുരനെ നിഗ്രഹിച്ചതിനാൽ അവൻ കേശവൻ. 3 ലോകങ്ങളെയും കയ്യിലൊതുക്കുവാൻ കഴിയുന്നവനായ അവൻ മഹാബാഹുവാണ്. അവൻ സാക്ഷാൽ നാരായണനാണ്. ജനന മരണമില്ലാത്തതിനാൽ അവൻ അനന്തനാണ്. ആരാലും പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ അവൻ ജിഷ്ണുവാണ്. ഒരു തരത്തിലുമുള്ള ച്യുതി സംഭവിക്കാത്തതിനാൽ അവൻ അച്യുതൻ എന്നും അറിയപ്പെടുന്നു രാജൻ. ആ കൃഷ്ണൻ നേരിട്ട് ഇങ്ങോട്ട് ഹസ്തിനപുരിയിലേക്ക് വരും. യുദ്ധം ഒഴിവാക്കുവാൻ വാസുദേവൻ പരമാവധി ശ്രമിക്കും. യുദ്ധം ഒഴിവായാൽ അത്യുത്തമം. എല്ലാം അദ്ദേഹത്തിന്റെ ലീല തന്നെ. ദുഷ്ടനിഗ്രഹണത്തിനും അധർമ്മികളെ ഉന്മൂലനം ചെയ്യുവാനും ധർമ്മം പുനഃസ്ഥാപിക്കുവാനുമാണ് കൃഷ്ണൻ നമുക്കിടയിൽ വന്നിരിക്കുന്നത്. പാണ്ഡവർ അദ്ദേഹത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. അത് മനസ്സിലാക്കുവാൻ കൗരവപക്ഷത്തിന് സാധിച്ചാൽ നല്ലതു തന്നെ. സഞ്ജയനിലൂടെ കൃഷ്ണൻ ഹസ്തിനപുരിയിലേക്ക് വരുന്നു എന്ന വാർത്ത അറിഞ്ഞ ധൃതരാഷ്ട്രർ കൈകൾ കൂപ്പി ആ വാർത്ത സ്വീകരിച്ചു.